അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ പാഠം ബന്ധുക്കളെ എനിക്കിഷ്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏതെല്ലാം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് നോക്കാം. ആദ്യം ഒരു ഹദീസാണ് പറയുന്നത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസ്വിൽ റഹിമഹു. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അവൻ്റെ കുടുംബം ചേർത്തുകൊള്ളട്ടെ. അപ്പോൾ അതിൽ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഉത്തരം എഴുതാം. ചോദ്യം 1, കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ 4 എഴുതാനാണ് പറയുന്നത്. അപ്പോൾ കുറേ നേട്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഏതെങ്കിലും 4 മാത്രം എടുത്തെഴുതുക. അപ്പോൾ ഏതെല്ലാമാണ്? റിസ്ഖ് വിശാലമാകും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, അതുപോലെ നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. ഇതെല്ലാം കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. കുടുംബ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളിൽ 4. അതും നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും 4 മാത്രം അവിടെ എഴുതി കൊടുത്താൽ മതി. കുടുംബക്കാരെ സൽക്കരിക്കുക, അതുപോലെ അവർക്ക് സ്വതഖ ചെയ്യുക, അതുപോലെ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അവരെ സന്ദർശിക്കുക. ഇതെല്ലാം കുടുംബബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളാണ്. ഇനി 3-ാമത്തെ ചോദ്യം, ആരാണ് കുടുംബക്കാർ? ആരാണ് കുടുംബക്കാർ? നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. ഒന്നുകൂടെ നോക്കാം. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. ഇനി രണ്ടാമത്തെ പാഠമാണ് അയൽവാസികൾ. അപ്പോൾ അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അവിടെയും ലൈസൽ മുഅ്മിനു അല്ലദി യശ്ബഹു വജാറുഹു ജാഇഉൻ ഇലാ ജംബി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഉത്തരം എഴുതാം. ആരാണ് നമ്മുടെ അയൽവാസികൾ? ആരാണ് നമ്മുടെ അയൽവാസികൾ? നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. അപ്പോൾ തൊട്ടടുത്ത 1, 2, 3 വീടുകൾ മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്ത്, അഥവാ ഇടത്തെ ഭാഗത്ത്, വലത്തെ ഭാഗത്ത്, മുൻപിൽ, ബാക്കിൽ, അങ്ങനെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തത്, അയൽവാസികളോട് കാണിക്കേണ്ട കടമകളിൽ 4. അയൽവാസികളോട് കാണിക്കേണ്ട കടമകളിൽ 4 എന്തെല്ലാണ്? അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക. ഇതെല്ലാം അയൽവാസികളോട് കാണിക്കേണ്ട കടമകളിൽ പെട്ടതാണ്. ഇനി 3-ാമത്തെ നോക്കാം. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ ജൂതനായ അയൽവാസി തൻ്റെ വീട് വിൽപ്പനയ്ക്ക് വെക്കാനുണ്ടായ കാരണം എന്താണ്? ഒരു സാമ്പത്തിക പ്രയാസം കാരണമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ ജൂതനായ അയൽവാസി തൻ്റെ വീട് വിൽപ്പനയ്ക്ക് വെക്കാൻ കാരണം. ആ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പാഠത്തിൽ. 4-ാമത്തത്, വീടിന് 1000 നാണയമാണ് വില എന്നും 2000 അധികമാണെന്നും കച്ചവടക്കാർ പറഞ്ഞപ്പോൾ എന്തായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞത്? എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വീടിൻ്റെ വില 1000 തന്നെയാണ്, 1000 നാണയമാണ്. 1000 നാണയം എൻ്റെ നല്ല അയൽപ്പക്കത്തിനുള്ള വിലയാണ്. അതായിരുന്നു അദ്ദേഹം കൊടുത്ത മറുപടി. ഇനി 5-ാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ലൈസൽ മുഅ്മിനു ഡാഷ് ജംബിഹി. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? ലൈസൽ മുഅ്മിനു അല്ലദി യശ്ബഹു വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി എന്നതാണ് അവിടെ വേണ്ടത്. ഇനി 3-ാമത്തത് വിരുന്നൂട്ടൽ എന്നുള്ള പാഠമാണ്. അപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള നമുക്കൊന്ന് നോക്കാം. അവിടെയും ഒരു ഹദീസ് പറയുന്നുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം വൈഫഹു. ആരെങ്കിലും
അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന പക്ഷം അവൻ തൻ്റെ അതിഥിയെ ബഹുമാനിക്കട്ടെ. ആദ്യം അവിടെ ഒരു ബൈത്താണ് വരുന്നത്. അതുപോലെ വിരുന്നിൻ്റെ മര്യാദകൾ പറയുന്നുണ്ട്. എന്തെല്ലാമാണ് വിരുന്നിൻ്റെ മര്യാദകൾ നമുക്ക് നോക്കാം. ഒന്ന്, പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. വീട്ടുകാർ നിർദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം. അതുപോലെ വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം. അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം. വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പം അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഉത്തരം എഴുതാം. അതിഥിയോട് കാണിക്കേണ്ട മര്യാദകളിൽ നിന്ന് 3 എഴുതുക. ഏതൊക്കെയാണ്? പ്രസന്ന ഭാവത്തോടു കൂടെ വിരുന്നുകാരെ സ്വീകരിക്കണം. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പാനീയം ഒരുക്കി കൊടുക്കണം. ഇനി അടുത്ത ചോദ്യം, വിരുന്നുകാരോടൊപ്പം ഭക്ഷണം അതുപോലെ തന്നെയാണ് 4-ാമത്തത്, വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം. അതുപോലെ അവർ മടങ്ങുമ്പോൾ വീട്ട് പടിക്കൽ വരെ കൂടെ പോകണം. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ആകെ ചോദിച്ചത് 3 മാത്രം അവിടെ എഴുതി കൊടുത്താൽ മതി. 2-ാമത്തത്, അതിഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് 2 എഴുതാം. ഒന്നെന്താണ്? വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗിക്കണം. അതുപോലെ വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇനി 2-ാമത്തെ ചോദ്യമാണ്, ആസൂത്രണം ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വിരുന്നു വരുന്നു എന്നറിഞ്ഞാൽ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തും? എന്തൊക്കെയാണ്? ആദ്യം വീട് വൃത്തിയാക്കും. പിന്നെ അതിഥിയുടെ ഇഷ്ടങ്ങൾ ചോദിച്ചറിഞ്ഞ് അതനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ തീരുമാനിക്കും. പിന്നെ ചായ, കാപ്പി, ലഘുഭക്ഷണം എന്നിവ ഒരുക്കി വെക്കും. അതിഥിക്ക് ആവശ്യമുള്ള ടവലുകൾ, സോപ്പ്, അതുപോലെ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് അവസാനത്തെ പാഠം അദബ് വേണം ഭോജനത്തിലും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം. അവിടെയും അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനിഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഒരു ഹദീസാണ് പറയുന്നത്. എൻ്റെ ഭാഗത്തു നിന്നുള്ള കഴിവും ചലനവും കൂടാതെ ഇതിനെ എനിക്ക് നൽകുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. അതും പറഞ്ഞിട്ടാണ് നമ്മൾ ഏതെല്ലാം ചോദ്യങ്ങൾ വരിക എന്ന് നോക്കാം. 1-ാമത്തെ ചോദ്യം, എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. 2-ാമത്തെ ചോദ്യം, ഭക്ഷണം കഴിച്ച ശേഷം നാം എന്ത് ചൊല്ലണം? എന്താണ് ചൊല്ലേണ്ടത്? അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനിഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. നമ്മൾ മേലെ പറഞ്ഞൊരു സംഭവം. ഇനി 3-ാമത്തെ ചോദ്യം, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകളിൽ നിന്ന് 4 എഴുതുക. എന്തൊക്കെയാണ്? 2 കൈകളും വായും കഴുകുക, ഇരുന്ന് കഴിക്കുക, വലത് കൈ കൊണ്ട് കഴിക്കുക, അതുപോലെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്തത്, എന്ത് ചെയ്യണം? 1, ഭക്ഷണം താഴെ വീണാൽ എന്താണ് ചെയ്യേണ്ടത്? വൃത്തിയാക്കി കഴിക്കുക. 2-ാമത്തത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകൾ ഓമ്പുക. 3-ാമത്തത്, തുടക്കത്തിൽ ബിസ്മി മറന്നാൽ ബിസ്മില്ലാഹി അവ്വലുഹു വആഖിറുഹു എന്ന് ചൊല്ലുക. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.